ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSCയുടെ എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 3 പാർട്ട് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. എല്ലാവരും ആ വീഡിയോസും കൂടി കാണുക. പ്രധാനമായും 2024 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം, സ്ലോഗൻ, ആതിഥേയ രാജ്യം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 3 കാര്യങ്ങളാണ്. ആദ്യം തീം നോക്കാം. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. ഇതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം വരുന്നത്. സ്ലോഗൻ വരുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, വി ആർ #ജനറേഷൻ റീസ്റ്റോറേഷൻ. ഇതാണ് സ്ലോഗൻ വരുന്നത്. അപ്പൊ രണ്ടും ഉണ്ട്, തീമും ഉണ്ട് സ്ലോഗനും ഉണ്ട്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നെക്സ്റ്റ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം സൗദി അറേബ്യ ആണ്. നെക്സ്റ്റ് നോക്കാം. 2024 സത്യജിത് റേ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഷീലയാണ്. സത്യജിത് റേ പുരസ്കാര ജേതാവ് ഷീലയാണ്. നെക്സ്റ്റ് ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്. 2024 തീമും എന്താണ്? അത് രണ്ടുമാണ് നമ്മൾ നോക്കുന്നത്. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26 അതിന്റെ 2024 തീം വരുന്നത് ദ എവിഡൻസ് ഇസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ദ എവിഡൻസ് ഇസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ഇത് ഏത് ദിനത്തിന്റെ 2024 തീമാണ്? ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാലോ. ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ തീമാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ്, ഇന്ത്യ വികസിപ്പിച്ച non-GM ഹെർബിസൈഡ് ടോളറന്റ് ബസ്മതി അരി. അതായത് non-GM എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് എന്നാണ് GMന്റെ ഫുൾ ഫോം. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലാത്ത ഹെർബിസൈഡ് ടോളറന്റ്, ഹെർബിസൈഡ് എന്ന് പറഞ്ഞാൽ കളനാശികളെ ടോളറേറ്റ് ചെയ്യുന്ന ബസ്മതി അരിയുടെ ഒരു വെറൈറ്റി ഇന്ത്യയാണ് അത് വികസിപ്പിച്ചെടുത്തത്. ആൻസർ റോബിനോ വീഡ് എന്നാണ് പേര്. ഓക്കെ, ആ അരിയുടെ പേരാണ് റോബിനോ വീഡ്. നെക്സ്റ്റ്, രാജ്യാന്തര ഒളിമ്പിക് ദിനം വരുന്നത് ജൂൺ 23 2024 രാജ്യാന്തര ഒളിമ്പിക് ദിനത്തിന്റെ തീം വരുന്നത് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നാണ്. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നത് രാജ്യാന്തര ഒളിമ്പിക് ദിനത്തിന്റെ 2024 തീമാണ്. നെക്സ്റ്റ്, DD കിസാൻ പുതുതായി അവതരിപ്പിച്ച 2 AI അവതാരകർ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകരെ DD കിസാൻ അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു. ആ 2 AI അവതാരകർക്ക് നൽകിയ പേര് AI കൃഷ് എന്നും AI ഭൂമി എന്നുമാണ്. AI കൃഷ്, AI ഭൂമി. നെക്സ്റ്റ്, 2024 ലോക പുകയില വിരുദ്ധ ദിനം. അത് വരുന്നത് മെയ് 31 അതിന്റെ പ്രമേയം അഥവാ തീം പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫിയറൻസ്. പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫിയറൻസ് ആണ് 2024 ലോക പുകയില വിരുദ്ധ ദിന പ്രമേയം. അത് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം വരുന്നത്. നമ്മൾ തൊട്ടു മുമ്പ് ലോക ലഹരി വിരുദ്ധ ദിനം നോക്കിയിരുന്നു. അത് ജൂൺ 26 അതിന്റെ തീം നമ്മൾ കണ്ടു. ദ എവിഡൻസ് ഇസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ഇപ്പൊ നമ്മൾ പറയുന്നത് ലോക പുകയില വിരുദ്ധ ദിനം. അത് മെയ് 31 അതിന്റെ തീം വരുന്നത് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫിയറൻസ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശുക്രനിൽ ലാവാപ്രവാഹം കണ്ടെത്തിയ നാസയുടെ സ്പേസ് ക്രാഫ്റ്റ്. ആൻസർ മെഗല്ലൻ മിഷൻ ആണ്. ശുക്രനിൽ ലാവാപ്രവാഹം കണ്ടെത്തിയ നാസയുടെ സ്പേസ് ക്രാഫ്റ്റ് മെഗല്ലൻ മിഷൻ. അടുത്തത്, പുതിയ കേരളം ലോകായുക്തയായി നിയമിതനാകുന്നത്, അതായത് കേരളത്തിന്റെ ലോകായുക്തയായി നിയമിതനാകുന്നത് N അനിൽകുമാർ ആണ്. പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. N അനിൽകുമാർ ആണ് കേരള ലോകായുക്തയായി നിയമിതനാകുന്നത്. നെക്സ്റ്റ്, മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ആരംഭിച്ച പ്ലാറ്റ്ഫോം.
ഓക്കെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള ബിൽഡിംഗ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്രധാനമന്ത്രി ഗതിശക്തി, PM ഗതിശക്തി എന്നാണ് അതിന്റെ പേര്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ, അതായത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് പ്രധാനമന്ത്രി ഗതിശക്തി. നെക്സ്റ്റ്, 2024 ജൂണിൽ രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. 2024 മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ 30 ലക്ഷം സിവിൽ സർവീസുകാരെ പ്രൊഫഷണലുകളാക്കി മാറ്റാനായി ലക്ഷ്യമിടുന്ന സംരംഭം. ആൻസർ മിഷൻ കർമ്മയോഗി. ശ്രദ്ധിക്കണം, മിഷൻ കർമ്മയോഗി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മിഷൻ കർമ്മയോഗി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള 30 ലക്ഷത്തോളം വരുന്ന സിവിൽ സർവീസുകാരെ പ്രൊഫഷണൽസ് ആക്കി മാറ്റാനുള്ള ഒരു സംരംഭമാണ് മിഷൻ കർമ്മയോഗി. നെക്സ്റ്റ്, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 200 സിക്സറുകൾ നേടിയ ആദ്യത്തെ താരം. ആൻസർ രോഹിത് ശർമ്മയാണ്. അപ്പോൾ രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 200 സിക്സറുകൾ നേടിയ ആദ്യത്തെ താരം. ലോകത്തിലെ തന്നെ ആദ്യത്തെ താരമാണ് രോഹിത് ശർമ്മ. നെക്സ്റ്റ്, എയറോഡൈനാമിക് ഡിസൈൻ ആൻഡ് അനാലിസിസിനായി ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? പ്രവാഹ എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര്. എയറോഡൈനാമിക് ഡിസൈൻ ആൻഡ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ISRO അഥവാ ISRO നിർമ്മിച്ചിരിക്കുന്നത്. പ്രവാഹ എന്നാണ് സോഫ്റ്റ്വെയറിന്റെ പേര്. നെക്സ്റ്റ്, 2024 ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡ്. അത് ബ്രാൻഡുകളുടെ ഒരു മൂല്യം കണക്കാക്കുന്ന അല്ലെങ്കിൽ എല്ലാ വർഷവും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണത്, ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ 2024 ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡായി തിരഞ്ഞെടുത്തത് ടാറ്റ ഗ്രൂപ്പിനെയാണ്. ടാറ്റ ഗ്രൂപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡായിട്ട് ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് തിരഞ്ഞെടുത്തത്. നെക്സ്റ്റ്, പ്രിയോൺ എന്ന മിസ്ഫോൾഡഡ് പ്രോട്ടീന്റെ അസാധാരണ വളർച്ച കാരണം മാനുകളെ ബാധിക്കുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡർ. അപ്പോൾ ആ ഡിസോർഡറിന് അല്ലെങ്കിൽ ആ ഒരു രോഗത്തിന് 2 പേരുകളുണ്ട്. മാനുകളെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യത്തെ പേര് വരുന്നത് സോംബി ഡിയർ ഡിസീസ് എന്നാണ്. അതല്ലാതെ മറ്റൊരു പേരിലും ഈ ഒരു ഡിസോർഡർ അറിയപ്പെടുന്നുണ്ട്, ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ്. ഇത് രണ്ടും സെയിം ആണ്. ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസും സോംബി ഡിയർ ഡിസീസും സെയിം ആണ്. ഇത് മാനുകളിൽ ഉണ്ടാവുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അതിന് കാരണമാകുന്നത് പ്രിയോൺ എന്ന് പറയുന്ന ഒരു മിസ്ഫോൾഡഡ് പ്രോട്ടീന്റെ അസാധാരണ വളർച്ച കാരണമാണ് ഈ ഒരു ഡിസോർഡർ മാനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് വരുന്നത് വിക്രം മിശ്രിയാണ്. അപ്പൊ ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനാകുന്നത് വിക്രം മിശ്രിയാണ്. നെക്സ്റ്റ്, ആയുർവേദ മേഖലയിൽ സഹകരണ ഗവേഷണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സംരംഭം. ആൻസർ പ്രഗതി 2024. പ്രഗതി, അതിന്റെ ഇംഗ്ലീഷിലുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതിനൊരു ഫുൾ ഫോം ഉണ്ട്. പ്രഗതിയുടെ ഫുൾ ഫോം നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ട്, ഫാർമ റിസർച്ച് ഇൻ ആയുർഗ്യാൻ ആൻഡ് ടെക്നോ ഇന്നോവേഷൻ. ഇതാണ് പ്രഗതിയുടെ ഫുൾ ഫോം. അത് ആയുർവേദ മേഖലയിലെ സഹകരണ ഗവേഷണം, അതിന്റെ നവീകരണം ഒക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പൊ ആയുർവേദ മേഖലയുമായി റിലേറ്റ് ചെയ്തതാണ് പ്രഗതി എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, 2024 ജൂണിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജഗത് പ്രകാശ് നദ്ദ. അതായത് ലീഡർ ഓഫ് അപ്പർ ഹൗസ്. രാജ്യസഭ ആണല്ലോ നമ്മുടെ പാർലമെന്റിലെ അപ്പർ ഹൗസ് ആയിട്ട് വരുന്നത് രാജ്യസഭയാണ്. അപ്പൊ രാജ്യസഭാ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജഗത് പ്രകാശ് നദ്ദയാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയാണ്. അപ്പൊ 2 കാര്യങ്ങളും നോട്ട് ചെയ്യുക. ജഗത് പ്രകാശ് നദ്ദയാണ് രാജ്യസഭാ നേതാവ്, അതായത് ലീഡർ ഓഫ് അപ്പർ ഹൗസ്. അതുപോലെ തന്നെ അദ്ദേഹം കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.